വിദ്വേഷ പ്രസംഗത്തിൽ ആർഎസ്എസ് നേതാവും കേസരി വാരിക മുഖ്യ പത്രാധിപരുമായ ഡോക്ടർ എൻ.ആർ. മധുവിനെതിരെ പോലീസ് കേസെടുത്തു. കലാപത്തിന് ആഹ്വാനം ചെയ്തതിനാണ് ഭാരതീയ ന്യായ സംഹിത 192 വകുപ്പ് പ്രകാരം കേസെടുത്തത്. ഗായകൻ വേടന്റെ പാട്ടുകൾ ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്നവയാണെന്ന് എൻ.ആർ. മധു പ്രസംഗിച്ചിരുന്നു. സിപിഐഎം കിഴക്കേക്കല്ലട ലോക്കൽ സെക്രട്ടറി വേലായുധന്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. ദിലീപ് ദേവസ്യ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് ദിലീപ് ദേവസ്യ. ഹെയ്റ്റ് സ്പീച്ചിന്റെ ഒരു കാറ്റഗറിയിൽ വരുന്ന പ്രസംഗമാണ് എന്ന വിമർശനം നേരത്തെ തന്നെ ഉയർന്നതാണ്. ഇപ്പോൾ കേസായിരിക്കുകയാണ്. വകുപ്പുകൾ ഏതൊക്കെ? സുജിയ, കഴിഞ്ഞ 11-ാം തീയതിയാണ് കൊല്ലത്തെ ഒരു അമ്പലത്തിലെ പ്രതിഷ്ഠാദിന സമാപന ചടങ്ങിലെത്തിയ കേസരിയുടെ മുഖ്യ പത്രാധിപനായ എൻ.ആർ. മധുവിന്റെ വിദ്വേഷ പ്രസംഗം ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വേടന്റെ പാട്ടുകൾ ജാതി പ്രചരണം ജാതി ഭീകരതാവാദം പ്രചരിപ്പിക്കുന്നതാണെന്നും അതിൽ വിഘടനവാദം പ്രചരിപ്പിക്കുന്ന സാഹിത്യമാണെന്നും പറഞ്ഞു. ഇത് യുവതലമുറയുടെ മനസ്സുകളിലേക്ക് വിഷം കുത്തിവെക്കുന്ന കലാ ആഭാസത്തരമാണെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നീട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഷവർമയെക്കുറിച്ചാണ്. ഈ ഷവർമ ഇപ്പോൾ കഴിക്കുന്നത് ഒരു പ്രത്യേക മതവിഭാഗത്തിൽ പ്പെട്ട ആളുകളാണ്. വൈകുന്നേരങ്ങളിൽ നമ്മളുടെ തെരുവോരങ്ങളിലൂടെ നടക്കുമ്പോൾ ഈ ശവത്തിന്റെ ഗന്ധമാണ് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതൊരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രമാണ് കഴിക്കുന്നത്. മറ്റാരും തന്നെ ഇത്തരത്തിൽ ഇത് കഴിച്ച് മരണപ്പെടുകയോ ഒന്നും ചെയ്യുന്നില്ല എന്നും പറയുന്നുണ്ട്. അങ്ങനെ ഒരു മതവിദ്വേഷ പ്രസംഗം നടത്തിയതിനാണ് ഇപ്പോൾ ഈസ്റ്റ് കല്ലട പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിത 192 വകുപ്പ് പ്രകാരം കലാപത്തിന് ആഹ്വാനം ചെയ്തതിനാണ് ഇദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയും ചെയ്തത്. എന്തായാലും വലിയ തോതിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം നെഗറ്റീവ് കമന്റുകളും അടക്കം വന്ന ഒരു സംഭവമായിരുന്നു. ഈസ്റ്റ് ഒരു ക്ഷേത്ര പരിപാടിക്ക് എത്തിയ കേസരിയുടെ മുഖ്യ പത്രാധിപന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരം വിദ്വേഷ പ്രസംഗം നടന്നിരുന്നത്. ഗായകൻ വേടന് തനിക്ക് വ്യക്തിപരമായ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ അദ്ദേഹത്തിന്റെ പാട്ടുകൾ ക്ഷേത്രങ്ങളിലേക്ക് എത്തുന്നതിനെ കുറിച്ചടക്കം പറഞ്ഞു. എൻ.ആർ. മധു വെട്ടിലായിരിക്കുകയാണ്. കേസരി വാരിക മുഖ്യ പത്രാധിപറിനെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. വിവരങ്ങളാണ് ദിലീപ് ദേവസ്യ നൽകിയത്. നമ്മുടെ വാർത്തായാത്ര ഇങ്ങനെ തുടരുകയാണ്. നേരം പോയത് അറിഞ്ഞയില്ല, രാവിലേക്ക് വന്നതാണ്. 10:54 സമയം. എല്ലാവരും ഓഫീസുകളിലൊക്കെ എത്തിക്കാണുമല്ലോ. അല്ലാതെ വീട്ടിൽ കുടുംബത്തോടൊപ്പം ചെലവഴിക്കുന്നവർ, അതൊക്കെ ആ സന്തോഷ നിമിഷങ്ങളൊക്കെ അത് നമുക്ക് ഈ കടന്നു പോകുന്ന നിമിഷം എന്ന് പറയുന്നുണ്ടല്ലോ, നമുക്ക് പിന്നീട് ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല. അപ്പോൾ